ആര്? നീ എന്തിനാണ് ഞാൻ അറിയാതെ ATM എടുത്തോണ്ട് പോയത്? എടി നീ പിൻ നമ്പർ തെറ്റിച്ചടിച്ചപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നു, അറിയാമോ? മക്കളെ, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും അവൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരെ, അവൻ തരൂലേ? നീ അതിന് ATM കാർഡ് എടുത്തിട്ട് പോണത് മോശമല്ലേ? ആര്യ, നിനക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ കുറവ് വെച്ചിട്ടുണ്ടോ? ശ്രീ, അത് ഞാൻ അതൊക്കെ പോട്ട്, നിനക്കിപ്പോൾ എന്തിനാണ് കാശ്? അതിന് മാത്രം എന്താണ് ഇവിടെ അത്യാവശ്യം? മക്കളെ, അവൻ പറയണ പോലെ നിനക്കെന്തിനാ ഇപ്പോൾ പൈസ? അവൻ ഇത്രയും ചോദിച്ചിട്ട് നീ കാര്യം പറഞ്ഞില്ലല്ലോ, പറ. അമ്മ, അത് ഹലോ ഡി, പിന്നെ നമ്മൾ ടൂറിന് പോയ എക്സ്പെൻസ് ഇല്ലേ, അത് ഞാൻ ഇന്നലെ അയച്ചത് ഓർക്കാതെ ഇന്നൊന്നും കൂടെ അയച്ചു. അതൊന്ന് തിരിച്ചിട്ടേക്കണേ. അയ്യോ, എന്റെ ലിമിറ്റ് കഴിഞ്ഞല്ലോടി. ഞാൻ നാളെ ഇട്ടേക്കാവേ. മറക്കല്ലേടി. ശരി ശരി. കിട്ടിയെന്ന് പറയാം. ഇന്നും ആർക്കെങ്കിലും കാശ് മാറി ഇട്ട് കാണും. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 മാസം ആയെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനമില്ല. അതായത് ഈ കയ്യിലുള്ള കാശ് എങ്ങനെ ചിലവാക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധവുമില്ല. കാശ് ചിലവാക്കാനുള്ളതല്ലേ, പിന്നെ അത്യാവശ്യം സേവിങ്സ് ഒക്കെ എനിക്കുണ്ട്. എത്ര? അത് അച്ഛൻ കല്യാണത്തിന് വന്ന 8 ലക്ഷം, പിന്നെ ഒരു 2 ലക്ഷം എന്തായാലും കാണും. എടി മണ്ടി, നീ ഇപ്പം മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ 10 ലക്ഷം എന്നുള്ളത് 20-25 ലക്ഷമായി തന്നെ. അതൊക്കെ പോട്ടെ, ഇപ്പം ഈ നിനക്ക് കിട്ടുന്ന കാശൊക്കെ നീ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? എനിക്കതൊന്നും അറിഞ്ഞൂടോ. ആഹാ, അടിപൊളി. എന്നാലേ അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിനക്കിപ്പോൾ മാസം ഒരു 10,000 രൂപ കിട്ടുന്നുണ്ടെന്ന് വെച്ചു, അതിലൊരു 4,000 രൂപയിൽ നമ്മുടെ ചിലവ് ചുരുക്കണം. ബാക്കി 6,000 നമ്മൾ സേവിങ്സിലോട്ട് ഇടണം. അതുപോലെ മ്യൂച്വൽ ഫണ്ടിലോ FD ആയിട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്ത് നമുക്ക് വേറൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ സാലറി അക്കൗണ്ടിൽ തന്നെ ഈ കാശ് കിടന്നു കഴിഞ്ഞാൽ നമുക്കിത് ചിലവാക്കാനുള്ള ടെൻഡൻസി കൂടും. അനാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമ്മളത് വേറെ അക്കൗണ്ടിലോട്ട് മാറ്റണം. ആഹാ, അടിപൊളി. ശ്രീക്ക് സ്റ്റോക്ക് മാർക്കറ്റും ട്രേഡിംഗ് ഒക്കെ ചെയ്തതിൽ നല്ല നോളേജ് ആണല്ലേ? അത്യാവശ്യം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ സാലറി എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം മാസം നിന്റെ എക്സ്പെൻസിന് വേണ്ട ഒരു കാശ് ഞാൻ അങ്ങോട്ട് ഇട്ടാൽ പോരെ? സെറ്റ്. അപ്പോൾ ഫ്രീ ആയിട്ട് എനിക്കൊരു ഫിനാൻഷ്യൽ പ്ലാനർ കിട്ടും. ഇതിപ്പോൾ ഒന്ന് വേഗം റെഡിയാക്കോ, വിശക്കണം. ശ്രീ, ഞാനേ ഒരു സ്കൂട്ടർ എടുത്താലോ എന്നൊരു പ്ലാൻ. ഒരെണ്ണം നോക്കുമോ? നിന്റെ വീട്ടിലല്ലേ പണി കിടന്നുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തിനാണ് സ്കൂട്ടറൊക്കെ? ഞാനാണെങ്കിൽ ഓട്ടോ ഇപ്പോൾ മടുത്ത്. ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടിന് പോയാൽ വരെയൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാൻ തരുന്ന കാശിന് ഡെയിലി ഓട്ടോയിലാണ് ഓഫീസിൽ പോയാൽ വരെയൊക്കെ ചെയ്യണേ? പിന്നല്ലാതെ. അടിപൊളി. ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ, വാ ഇരുന്നേ. അതെ, നമ്മുടെ ഈ വക മൈൻഡ് സെറ്റുകളൊക്കെ ഒന്ന് മാറണം. നീ ഓട്ടോയിൽ പോകുന്നതിൻ്റെ പകുതി കാശ് ബസ്സിൽ പോയാവുള്ളൂ. അതിന് ഈ ബസ് സ്റ്റോപ്പിൽ പോയി കാത്തുവിട്ട് കിടക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, മൈൻഡ് സെറ്റ് മാറണമെന്ന്. നീ ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പായി. അവിടെ എപ്പോഴും നമുക്ക് ഓഫീസിൽ പോകേണ്ട ബസ്സൊക്കെ കിട്ടും. നേരെ ചെന്ന് നടയിൽ ഇറങ്ങാമല്ലോ. ബസ്സിൽ പോവാന്ന് വെച്ചാ ശരി. പിന്നെ എനിക്കൊരു 3,000 രൂപ അയച്ചു തരുമോ? എന്തിന്? അല്ല, കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 4,000 രൂപ അയച്ചു തന്നത് ഈ മാസത്തെ ടോട്ടൽ എക്സ്പെൻസിനാണ്. കാശ് ഇങ്ങനെ ചുമ്മാ അടിച്ച് കളയല്ലേ. മറന്നുപോയാ സേവിങ്സിൻ്റെ കാര്യമൊക്കെ? ശരി മക്കളെ, ഞാൻ പിന്നെ വിളിക്കാം. എടാ, ശ്രേയാണ് വിളിച്ചിരുന്നത്. അവൾ പഠിക്കണ ബാംഗ്ലൂർ കോളേജിൽ തന്നെ അവൾക്ക് PG ചെയ്യണമെന്ന്. അവിടെ നിൻ്റെ അനിയത്തിയുടെ ഒരു ആഗ്രഹമില്ലേടാ? പിന്നെ സെമസ്റ്റർ ഫീസ് അടയ്ക്കാനും സമയമായേ. അതൊക്കെ അടയ്ക്ക. എടാ, ഞാൻ സൂപ്പർ മാർക്കറ്റോടെ പോയിട്ട് വരാമേ. നിൻ്റെ ATM കാർഡ് എടുക്കണേ. അമ്മ, പിന്നെ ഫോണിൽ അടിച്ചിട്ടിട്ട് പോണേ. അവിടെ കിടന്ന് മറന്നിട്ട് എന്നെ വിളിക്കരുത്. 4776. ഓ. പറയടി. ഹലോ ശ്രീ, എനിക്ക് അത്യാവശ്യം ഒരു 150 രൂപ അയക്കോ? എന്തിന്?
എടാ ഞാൻ അരമണിക്കൂറെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ബസ്സൊന്നും വന്നില്ല. ഇനിയിപ്പോൾ ഒരു ഊബർ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓൾറെഡി ഇന്നൊരു പ്രസൻറ്റേഷൻ ഉള്ളതാ. നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കണേ? ഞാനിവിടെ ലൈബ്രറി ജംഗ്ഷനിൽ. ആണോ? എടീ അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ജംഗ്ഷൻ എത്തും. ബസ് എപ്പോഴും കിട്ടിക്കോളും കേട്ടാ. ഞാനേ കുറച്ച് തിരക്കിലാണ്, വിളിക്കാം. ഹലോ, ഹലോ പറ. എടാ ഒരു 150 രൂപയ്ക്കാണ് ഇങ്ങനെ കാണിക്കുന്നത്. അയ്യോ എടി ചക്കര, ഞാൻ പറഞ്ഞത് നീ വേറെ സെൻസിൽ എടുക്കല്ലേ. ഇപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഒരു ദിവസത്തേക്ക് 150 വെച്ചിട്ട് നമ്മളിത് ദിവസവും മുടക്കിയ ഒരു മാസം 3500 രൂപയായി. അപ്പോൾ പിന്നെ ഒരു വർഷത്തേക്കുള്ള കാര്യം ഞാൻ പറയണോ? നീ സംസാരിക്കണ നേരം ഒന്ന് നടക്കാൻ നോക്ക്, അത് ആരോഗ്യത്തിന് നല്ലതാണ്. ഞാനേ കുറച്ച് തിരക്കായണ്ടല്ലേ പറഞ്ഞേ, നമുക്ക് വൈകുന്നേരം കാണാം. ശരി ശരി. ഹലോ എടി എവിടെ എത്തിയടി? ടൈമായി. എടി നീ എനിക്കൊരു 150 രൂപ അയക്കോ? ആ ഞാൻ ഇപ്പം അയക്കാം. ബോസ് ഇവിടെ കിടന്ന് ചാടുന്നുണ്ടേ, നീ പെട്ടെന്ന് വാ. ആ ശരി. നീ ഇത് വിട്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. നിനക്ക് ബോസിന്റെ സ്വഭാവം അറിയത്തില്ലേ? അയാൾക്ക് അവിടെ ഇരുന്ന് കൽപ്പിച്ചാൽ മതിയല്ലോ. ചെയ്യുന്നവർക്കല്ലേ എൻ്റെ പാടറിയൂ. അത് വിടു കൊച്ചേ. ഡാ എന്തു പറ്റി രാവിലെ തന്നെ ക്യാഷ് ചോദിച്ചേ? സാലറി കിട്ടിയിട്ട് ഒരാഴ്ചയല്ലേ ഉള്ളൂ, അതിനു മുമ്പ് നീ പിച്ചച്ചട്ടി ആയോ? അയ്യോ, ഇതിൻ്റെ ഇടയ്ക്ക് നീ അതും കൂടെ ഓർമ്മിപ്പിക്കല്ലേ. എൻ്റെ കയ്യിലെല്ലാം കിട്ടിയിട്ട് വേണ്ടേ? അതെന്താ? ഞാൻ സാലറി കിട്ടുമ്പോൾ മൊത്തം പൈസ ശ്രീയുടെ അക്കൗണ്ടിലോട്ട് ഇടാറ്. ATM കാർഡ് പോലും എൻ്റെ കയ്യിലില്ല. ചക്കര, ഞാൻ ATM കാർഡ് എന്തായാലും തരില്ല. ഇപ്പം മീറ്റിങ്ങിന് പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? നമ്മുടെ ഡ്രസ്സൊക്കെ ഒരുപാട് ഇരിപ്പില്ലേ? അല്ല, ഫോറിൻ ക്ലയൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ബ്ലേസറിന് നല്ല ഓഫറൊക്കെ ഉണ്ട്. അയ്യോ, ഈ ഓഫറൊന്നും ഒട്ടും വിശ്വസിക്കില്ലേ. മഹാ ഉടായിപ്പാണ്. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഉള്ളതിട്ടാൽ മതി. ചക്കര കഴുകി. രണ്ട് കോഫിക്ക് 300 രൂപ. എടി സാധാരണ ചായക്കടയിൽ നിന്ന് കോഫി ഇറങ്ങൂലേ, കഫേയിൽ തന്നെ പോണോ അതിന്? അല്ല, അത് ഫ്രണ്ടും കൂടെ ഉള്ളതുകൊണ്ട്. ഇത്രയും കാശിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇനി വേണ്ടാന്ന് പോയി. എന്തോന്നത്? എടി നിനക്ക് വട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ നീ ജോലി എടുത്തിട്ട് അതിന്നൊരു കോഫി കുടിക്കാൻ പുള്ളിനോട് നിനക്ക് കണക്ക് പറയണോ? എടി ഇപ്പം നിന്റെ സാലറിയിൽ നിന്ന് നിനക്ക് തന്നെ 4000 രൂപ മാസം പോക്കറ്റ് മണി തരാൻ പുള്ളി ആരാ? എടി സ്വന്തം ക്യാഷ് യൂസ് ചെയ്യാൻ മറ്റുള്ളവരുടെ പെർമിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറ് പരിപാടിയാണ്. അല്ല, പുള്ളി എന്തിനാ ഈ ക്യാഷ് യൂസ് ചെയ്യുന്നതെന്നറിയോ? അത് എന്തൊക്കെയോ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എടി അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്നെങ്കിലും നിനക്കറിയോ? കൊള്ളാടി, സ്വന്തം ക്യാഷ് എവിടെയാ പോകുന്നൊരു ബോധമില്ല. നിന്നെ പറഞ്ഞാൽ മതി. ആരെയും ഒന്ന് പറ, എന്തിനാണ് നീ എടുത്തതെന്ന്? അത് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയാനായിരുന്നു. ഓ, അപ്പോൾ അതായിരുന്നല്ലേ. കണ്ടാടാ നിന്റെ ഭാര്യയ്ക്ക് നിന്നോടുള്ള വിശ്വാസം. അയ്യോ അമ്മ, അങ്ങനെയൊന്നും അല്ല. സോറി, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ. ഇതാ. ഇനി എനിക്കിത് വേണ്ട ആര്യ. നിനക്കെന്നെ വിശ്വാസമില്ലല്ലോ. എടി നമ്മുടെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ അയക്കൂ. പ്ലീസ്. കണ്ട മോളെ, അവന് നല്ല വിഷമായി. നീ കാർഡ് താ, ഞാൻ കൊടുക്കാം. അമ്മ, എൻ്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് തിരക്കുന്ന അത്ര വലിയ തെറ്റാണോ? അത് നീ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എടുത്തോണ്ട് പോകണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നു ഇപ്പം ഇങ്ങനെ വല്ലതും ഉണ്ടാവുമായിരുന്നാ? ചോദിച്ചാൽ തന്നെ തരുമെന്ന് ആർക്കറിയാം. ഇവിടെ എൻ്റെ ആവശ്യത്തിന് പോലും സാലറി ഒന്നും പൈസ തരുന്നില്ല. അപ്പോഴാണ് അച്ഛൻ എൻ്റെ അക്കൗണ്ടിലിട്ട് 8 ലക്ഷം രൂപ വരെ ഇപ്പോൾ ശ്രീയുടെ കയ്യില്ല. എടി നീ ആദ്യം ഞാൻ പറയണതൊന്ന് കേൾക്ക്. നമ്മൾ പെണ്ണുങ്ങൾക്ക് എല്ലാം ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല മക്കളെ. അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഒന്നും വേണ്ട, നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണത് അച്ഛനല്ലേ. എനിക്ക് ഷെയർ ചെയ്യുന്ന പുരയിടത്തിൽ എത്ര ആദായം എടുക്കണമെന്നോ അച്ഛൻ്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അച്ഛൻ എനിക്ക് കാശ് തരണില്ലേ.
അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഇനി തൊട്ട് കാശ് ചോദിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചോദിക്ക്. ഓക്കെ? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ നടന്നു. മന്തിന്റെ ടാർഗറ്റ് ആയില്ലെങ്കിൽ കാണാം. Get out. എനിക്ക് മടുത്ത്. എല്ലാ മാസവും ഇങ്ങനെ ഇവരുടെ വായിരിക്കണമെന്ന് എനിക്ക് നേർച്ചയൊന്നുമില്ല. ഞാൻ റിസൈൻ ചെയ്യാൻ പോണടി. അരി നീ എന്തോടി പറയണേ? ജോലി റിസൈൻ ചെയ്യാനാ? എടി ഇപ്പൊ പ്രഷർ എല്ലാ ജോലിയിലും ഉണ്ടാവൂലേ? ഇപ്പൊ വേറൊരു ജോലി സെറ്റായിട്ടാണോ റിസൈൻ ചെയ്യണമെങ്കിൽ പിന്നെ എനിക്കിവിടെ ബാക്കിയുള്ളവരുടെ വായിരിക്കാനായിട്ട് പട്ടിപ്പണി എടുക്കാൻ വയ്യ. നമുക്കേ കാനഡയിൽ പോയി സെറ്റിൽ ആവാം. കാനഡ എങ്ങനെ? എടി അതിനൊക്കെ ഒരുപാട് കാശാവും. ആവും, പക്ഷെ അവിടെ ഒരു 3-4 മാസം ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും. അപ്പോഴോ? ശ്രീ, ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചു അവിടെ ഒരു കോഴ്സ് പഠിക്കുന്നതിനെ പറ്റി. അത് സ്റ്റൈഫൻഡോട് കൂടി. അതാകുമ്പോൾ ഇവിടെ ഒരു മാസം ഉണ്ടാക്കുന്നതിൻ്റെ 4 ഇരട്ടി നമുക്ക് അവിടെ കിട്ടും. പക്ഷേ പോകുന്നതിനൊരു 18 ലക്ഷം രൂപയാവും. 18 ലക്ഷോ? എടി ഇത്രയും കാശൊന്നും എന്നെ കൊണ്ട് നടപടിയാക്കാൻ പറ്റുന്നില്ല. നീ അത് വിട്. ശ്രീ, എന്തിനിപ്പോൾ ടെൻഷനാവുന്നേ? ഏതായാലും ഞാൻ നിനക്ക് ഇത്രയും നാൾ ട്രാൻസ്ഫർ ചെയ്ത ഒരു 10-12 ലക്ഷം നിൻ്റെ ഉണ്ടാവില്ലേ? ആ ആ, പിന്നെ എൻ്റെ ഗോൾഡ് വിൽക്കാം. നീ അല്ലേ പറഞ്ഞത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണമെന്ന്? ആണ്, പക്ഷേ അത് എനിക്ക് മനസ്സിലായി. നിനക്ക് ഞാൻ പോകുന്നതുകൊണ്ട് വിഷമായിരിക്കും അല്ലേ? അത് നീ പേടിക്കണ്ട. കൂടിപ്പോയ ഒരു 4 മാസം, അതിനുള്ളിൽ സ്പൗസ് വിസയിൽ ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അതുപോലെ കാനഡ മാങ്ങാത്തോലി. എൻ്റെ അമ്മ ഒന്ന് പതുക്കെ പറയാമാ. എടാ, നീ എന്തോന്ന് എടുത്തിട്ട് അവൾക്ക് കൊടുക്കൂ? അവളുടെ അക്കൗണ്ടിൽ നീ എടുത്തതിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടാ? അത് തന്നെ ഞാനും ആലോചിക്കണം. എന്തോ ഭാഗ്യത്തിന് ഞാൻ അവളുടെ സ്വർണ്ണമൊന്നും വിറ്റില്ല, പണയം വെച്ചേ ഉള്ളൂ. ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു. പഴയതെല്ലാം ഓർമ്മയുണ്ടല്ല. ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം അവൻ്റെ ഒരു പൈസ വെച്ചുള്ള ഒരു കളി. സ്റ്റോക്ക് മാർക്കറ്റ്. ശ്രേയുടെ കല്യാണത്തിന് വെച്ചിരുന്ന പൈസ എടുത്ത് കളിച്ച് തൊലച്ചല്ലോടാ. ഇനി ഞാൻ എവിടെ നിന്ന് അവൾക്ക് ഉണ്ടാക്കും? അമ്മ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഈസ് ഓൾവേസ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പോവും. നിന്റെ മുട്ടുകാല് തല്ലി പൊട്ടിക്കും ഞാൻ. ഏതായാലും നിന്നെ വെച്ച് ഈ കുടുംബം രക്ഷപ്പെടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞാൻ പറയണത് നീ കേട്ടാൽ മതി. ദാ, ഈ പെണ്ണിനെ നീ കെട്ടണം. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ച് വേണം നമുക്ക് രക്ഷപ്പെടാൻ. ദാ, എന്തോന്ന് ആലോചിക്കണം. ഇതുവരെ എല്ലാം കറക്റ്റായിട്ടാണ് പോണത്. അവളുടെ പൈസ എടുത്ത് കടങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വരണതേ ഉള്ളൂ. എടാ, അവള് പോയി കഴിഞ്ഞിട്ട് പൈസ അയച്ചു തന്നില്ലെങ്കിൽ നമ്മളെന്നെ എന്ത് ചെയ്യും? അമ്മ അതിനല്ലേ ഞാൻ കൂടെ പോണത്. അതാണ് എൻ്റെ പേടി. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെയും എൻ്റെ മോളെയും തേച്ചാലോ? അമ്മ, അവളുടെ പോക്ക് മുടക്കാൻ പറ്റൂല. അവൾക്ക് കാനഡയിൽ നല്ലൊരു ജോലി കിട്ടിയാലേ നമ്മുടെ ലൈഫ് സെറ്റാവും. എന്നാലും എങ്ങനെടാ? ഹലോ. ആര്യ, ഞാൻ കാശ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ. ഞാനിപ്പോൾ മെസ്സേജ് കണ്ടു. പിന്നെ അമ്മ സ്വർണ്ണ ലോക്കറിൽ നിന്ന് എടുക്കുകയും ചെയ്തു. ഓക്കെ ആര്യ ഒന്ന് അകത്ത് വന്നേ. ശ്രീ, ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. അമ്മ, സാധനങ്ങൾ വാങ്ങേണ്ട ലിസ്റ്റ് ഒന്ന് അയച്ചിടേ വാട്സപ്പിൽ. മരുന്നും കൂടെ വാങ്ങിക്കണേ. വാങ്ങാം. മക്കളെവിടെ പോണു? നീ ഇങ്ങോട്ടൊരു ബാഗ് ആയിട്ട്? ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു. എനിക്ക് വേണ്ടതൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അമ്മ, ഇതാ ഫോണിൽ കുറേ നേരമായിട്ട് ആരോ വിളിക്കുന്നു. മക്കളെ, ആരും നോക്ക്. ആ, ഹലോ.
ആര്യ മാമില്ലേ? ആ അതെ. മാഡത്തിന്റെ പേരിലുള്ള ലോൺ 3 മാസമായിട്ട് അടവ് മുടങ്ങി കിടക്കുകയാണ്. പ്ലീസ് അതൊന്ന് വേഗം അടയ്ക്കണം. ലോണോ? എന്ത് ലോണെന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഈ ലോണും എടുത്ത് ആളുകളെ പറ്റിച്ചോണ്ടിരുന്ന് ഞാൻ ബാങ്ക് ചെയ്ത് കൈ കെട്ടി നോക്കിക്കൊണ്ടിരിക്കണോ? കുറെ നാളായിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഈ ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ്. ഇത് എവിടുത്തെ ഏർപ്പാടാണ്? മനുഷ്യനായ ഒരു ഇച്ചിരിയെങ്കിലും മര്യാദ വേണ്ടേ? എത്ര തവണ ഞാൻ വിളിച്ചതാ? തിരിച്ചു വിളിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണ്ടേ? മക്കളെ, നേരത്തെ ആര് കിടന്ന് വിളിച്ചോണ്ടിരുന്നേ? അതൊരു സ്പാം കോളായിരുന്നു അമ്മ. ഓ, ഇല്ലെങ്കിൽ ഈ കമ്പനിക്കാരന്മാർക്ക് ഒരു പണിയും ഇല്ല. എടാ മരക്കഴുതേ, ഏറ്റവും കട അവിടെ വായി കൊണ്ട് വെച്ചു കൊടുത്തിരിക്കുന്നു. ഇനി തൊട്ടേ ഇത് എൻ്റെ കയ്യിൽ ഇരുന്നാൽ മതി. അവൾക്ക് എന്തോ സംശയം ഉള്ളതുപോലെ. അവൾ അക്കൗണ്ട് ചെക്ക് ചെയ്ത് അതിൽ പൈസ ഒന്നും ഇല്ലയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ അവളുടെ പാട്ടിന് പോയേനെ. നമ്മൾ രണ്ടുപേരും എന്തോ നേട്ട് മിണുങ്ങും. എടി, അപ്പം നീ അറിയാണ്ടാണോ അവർ നിന്റെ പേരിൽ പേഴ്സണൽ ലോണൊക്കെ എടുത്തേ? എടാ, ഞാൻ ഇന്ന് ബാങ്കിൽ പോയപ്പോഴാണ് അറിഞ്ഞത് തള്ളിമോനും വെറും ഫ്രോഡാണെന്ന്. ഈ വീട് വയ്ക്കുന്നെന്നും ബിസിനസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ എല്ലാം ഫേക്കായിരുന്നു. രണ്ടും കൂടെ എന്നെ ജോലിക്ക് വിട്ട് മാക്സിമം ഊറ്റായിരുന്നു. എൻ്റെ പൈസ ഒക്കെ പോയി. എടാ, തൽക്കാലം നീ ഇത് പറഞ്ഞ ഭാവം കാണിക്കരുത്. ഇപ്പം ഇതിൻ്റെ പിന്നാലെ പോയാൽ കേസും വക്കാണുമായിട്ട് നടക്കാന്നല്ലാണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിന്റെ ലൈഫ് വെച്ച് അവർ ഇത്രയൊക്കെ കളിച്ചല്ലേ, തള്ളയ്ക്ക് മോനും നമുക്കൊരു 8ന്റെ പണി കൊടുക്കാം. കാനഡ എങ്ങനെ? എടി അതിനൊക്കെ ഒരുപാട് കാശാവും. ആവും, പക്ഷെ അവിടെ ഒരു 3-4 മാസം ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും. അപ്പോഴോ? അവളുടെ പോക്ക് മുടക്കാൻ പറ്റൂല. അവക്ക് കാനഡയിൽ നല്ലൊരു ജോലി കിട്ടിയാലേ നമ്മുടെ ലൈഫ് സെറ്റ് ആവും. എന്നാലും എങ്ങനെടാ? നമുക്ക് നമ്മുടെ വീട് പണയം വെക്കാം. അപ്പം ഞാനും അവൾ അവിടെ പോയിട്ട് കിട്ടുന്ന പൈസ ഇതൊക്കെ തിരിച്ചെടുത്താൽ മതിയല്ലോ. ആ പിന്നെ അമ്മ സ്വർണ്ണ ലോക്കറിൽ നിന്ന് എടുക്കുകയും ചെയ്തു. ഓക്കെ ആര്യ നടത്തു വന്നേ. ശ്രീ, ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. ആ ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. നീ നിന്റെ തള്ളയും കൂടെ എന്നെ വെച്ച് കുറെ ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ ഉണ്ടാക്കിയതല്ലേ. ഇനി ബാക്കി പ്ലാനൊക്കെ രണ്ടും കൂടെ അകത്ത് കിടന്ന് ഉണ്ടാക്കിക്കോ. എൻ്റെ സൈനൊക്കെ ഫോർജ് ചെയ്ത് ഞാൻ പോലും അറിയാതെ ലോൺ എടുത്ത കുറ്റത്തിനെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? എന്തായാലും ഗോൾഡും പൈസയൊക്കെ എൻ്റെ കയ്യിൽ സേഫാണ്. അപ്പോൾ ശരി. ഒരു ജോലി ഉള്ളത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകില്ല എന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ വീഡിയോ. സ്വന്തം അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്നോ സ്വന്തം സ്വർണവും സമ്പാദ്യവും ഒക്കെ എവിടെ പോകുന്നെന്ന് പോലും ഒരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനോ ആക്സസ് ചെയ്യാനോ പറ്റാതിരിക്കും. നിങ്ങളുടെ ഓരോ ചെറിയ ചിലവുകൾക്കും ഭർത്താവിനോട് കണക്ക് പറയേണ്ടി വരും. അതുപോലെ ഓരോ ആവശ്യങ്ങൾക്കും അവരോട് കൈനീട്ടേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇതൊക്കെ സാമ്പത്തിക ചൂഷണമല്ല. ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മാനേജ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. മിക്കവാറും വീടുകളിൽ അങ്ങനെ തന്നെ ആയിരിക്കും നടക്കുന്നത്. പക്ഷേ ആ കുടുംബത്തിൻ്റെ വരവ് ചെലവുകളെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും ഭാര്യയ്ക്കും ഭർത്താവിനും വ്യക്തമായ അറിവുണ്ടാവണം. അതുപോലെ കുടുംബത്തിൻ്റെ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മാത്രമേ എടുക്കാവൂ. അതായത് ഓരോ സ്ത്രീക്കും നിർബന്ധമായിട്ടും സാമ്പത്തിക സാക്ഷരത, ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടായിരിക്കും. ഒന്നോർക്കുക, സ്വന്തം പണത്തിൻ്റെ മേൽ ഒരു അവകാശമില്ലാത്ത സ്ത്രീക്കും സ്വന്തം ജീവിതത്തിൻ്റെ മേൽ പൂർണ്ണമായ അവകാശം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും പൈസയുടെ കാര്യത്തെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ലെന്ന് വിശ്വസിച്ച് ഇത്തരം സാമ്പത്തിക ചൂഷണങ്ങൾക്ക് ഇരയാവാതിരിക്കും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. പിന്നൊരു കാര്യം, ഈ വീഡിയോസ് വെറുതെ കണ്ടുപോകുന്നതിലൊരു കാര്യം,
ഞാൻ ഇനി മുതൽ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആകുമെന്നുള്ളൊരു തീരുമാനം, ആ ശക്തമായ തീരുമാനം നിങ്ങൾ എടുക്കുക. നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.